ഈശോ മിശിഹായ്ക്കും സ്ഥിതിയായിരിക്കട്ടെ. ജീവൻ ത്യജിച്ചു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ച ധീരവനിതയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. ഈ വിശുദ്ധയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഒരു കൊച്ചു സംഭവമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അമ്മേ അമ്മേ ഇന്നത്തെ പരീക്ഷ ഭയങ്കര ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് അല്ലേ, നാളെ പക്ഷെ മാത്സാണ്. അച്ചു വന്നിട്ടുണ്ട് അമ്മേ. അച്ചു ഞാനും കൂടി കമ്പൈൻ സ്റ്റഡി നടത്തുവാണേ. എടാ അച്ചു, ആ ഫ്രാക്ഷൻ എനിക്കറിയാത്ത അത് ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഇങ്ങനെ. ആൻറ്റി ഞാൻ പോവണേ വീട്ടിലേക്ക്. ഞങ്ങൾ മാത്സ് പഠിച്ചു തരും. ഓക്കെ മോനെ. മോളെ മരിയെ, അമ്മ പറഞ്ഞു തന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ബാഡ് ടച്ചും ഗുഡ് ടച്ചും അത് ഓർക്കണം. പണ്ടത്തെ പ്രായമല്ല, ഇപ്പം നിങ്ങൾ വളർന്നു. അതൊക്കെ അറിയാമേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടാ അച്ചു വേണം. അമ്മേ അമ്മേ എവിടെ പോയി? വാതിലൊക്കെ അടച്ചു കിടക്കുന്നത്. ഓ, മീറ്റിങ്ങിന് പോയായിരിക്കും. താക്കോൽ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ആ എടാ അച്ചു, നമുക്കിന്ന് ഹിന്ദി പഠിക്കാം. ഹിന്ദി ബുക്ക് നീ എടുത്തിട്ടുണ്ടോ? ബാ. എടി മരിയെ, അത് നമുക്കിന്ന് സയൻസ് പഠിച്ചാലോ? എന്നാ അച്ചു, സയൻസ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ? നാളെ ഹിന്ദി അല്ലേ? ഹിന്ദി എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, പൊട്ടുന്നുള്ളത് ഉറപ്പാണ്. എടി അതല്ല, ഇപ്പം അമ്മയൊന്നും ഇല്ലല്ലോ. നമുക്ക് സയൻസ് പ്രാക്ടിക്കല്. അച്ചു എന്താ നീ വിചാരിച്ചേ? നീ എന്താ ഇങ്ങനെ? ഞാൻ ഒരിക്കലും നിന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല. പോ അച്ചു ഇവിടുന്ന്. അല്ല മരിയ, അത് പിന്നെ ഇത് മരിയ അച്ചു ഇത് തുടരുതെന്നാ പറഞ്ഞ. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഓർത്തില്ല. നമ്മൾ വേദപഠത്തിൽ പഠിച്ചതല്ലേ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്, അത് കാത്തു സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് നീ അതും എന്നോട്. നീ ഇപ്പം ഇറങ്ങിക്കൊള്ളണം. അമ്മ വരുന്നതിന് മുമ്പ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. എനിക്ക് നിന്നെ ഇനി കാണണ്ട. ഓ മരി, എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറ്റിയത്. എന്നോട് ക്ഷമിക്കും മരി, എന്നോട് ക്ഷമിക്കും. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് ഇങ്ങനെ പെരുമാറില്ല. എന്നോട് ക്ഷമിക്കും മരി. നീ വിശ്വസിക്കുന്ന ദൈവത്താണ് സത്യം. നീ വിശ്വസിക്കുന്ന നിന്റെ വിശുദ്ധയാണ് സത്യം. നിന്നോട് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല. എന്നോട് ക്ഷമിക്കും മരി, ക്ഷമിക്കും. നന്ദി, നമസ്കാരം.